എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. യെസ്, നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോണേ ഈ ആഴ്ച നമുക്ക് എന്തൊക്കെ പുതിയ വിശേഷങ്ങൾ നമുക്ക് ഹോളിവുഡിന്റെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് അപ്ഡേറ്റ്സ്, അതുകൂടാതെ തന്നെ പുതിയ ലീക്സ് കാര്യങ്ങളെല്ലാം തന്നെയാണ് ഈ ആഴ്ചത്തെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ രണ്ടുപേരുടെ സമയം ഞാൻ കൂടുതൽ വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് വലിയൊരു അപ്ഡേറ്റ് ഡിസ്നിയുടെ മാർവലിന്റെ ഭാഗത്ത് നിന്ന് ബോബ് ഐഗർ പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മാർവൽ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈം ലൈൻ എങ്ങനെയാണെന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് പറഞ്ഞാൽ അവർ ആവശ്യത്തിൽ കൂടുതൽ ചപ്പ് ചവറ് സിനിമയൊന്നും ഇറക്കാൻ പോകുന്നില്ലെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കൺട്രോൾ അവർ കുറച്ചുകൂടി കൂടുതൽ ഉദ്ദേശിക്കുന്നത് കൊണ്ട് തന്നെ വർഷത്തിൽ 2 സിനിമ, അതുകൂടാതെ തന്നെ വർഷത്തിൽ 2 സീരീസ്, ഈ ഒരു രീതിയിലാണ് അവരുടെ പുതിയ പ്ലാൻ അനുസരിച്ച് അവർ പോകാൻ പോകണേ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ബോബ് ഐഗറിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. കെവിൻ ഫിജിയും ഈ ഒരു കാര്യം പുള്ളിക്കാരനും അത് സമ്മതിച്ചിട്ടുണ്ട്. ഇത് തന്നെയായിരിക്കും മാർവലിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ളൊരു കാര്യം തന്നെ. മാർവലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം തന്നെയാണ് ഡ്വെയിൻ റോക്ക് ജോൺസനെ മാർവൽ അപ്പോക്കലിപ്റ്റിക് ആയിട്ട് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യണമെന്നുള്ളൊരു റൂമർ നമുക്ക് എന്താണെങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. നമുക്കറിയാവുന്നത് തന്നെയാണ് പുള്ളിക്കാരൻ DC-യുടെ ഹൈറാർക്കി ഓഫ് പവർ തന്നെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നൊരു വ്യക്തി തന്നെയായിരുന്നു. ബ്ലാക്ക് ആഡം സിനിമയിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റോക്ക് മാർവലിലേക്ക് വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ്. ആൻഡ് അതുകൂടാതെ തന്നെ അപ്പോക്കലിപ്റ്റിക് എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? റോക്ക് ആ ഒരു ക്യാരക്ടറിനെ പൊളിച്ചെടുക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാതാണ്. സോ അതുകൂടാതെ തന്നെ മോൺസ്റ്റർവേഴ്സിന്റെ ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു ഗുഡ് ന്യൂസ് ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് തന്നെ. അതായത് എന്ന് പറഞ്ഞാൽ മോൺസ്റ്റർവേഴ്സിലേക്കുള്ള ഒരു പുതിയൊരു സിനിമ, അതായത് ഗോഡ്സിലയുടെ ഭാഗത്തുനിന്നും കോങ്ങിന്റെ ഭാഗത്തുനിന്നുള്ള ആ ഒരു പുതിയൊരു സിനിമയുടെ റൈറ്ററിനെ അവരിപ്പോൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഡേവിഡ് കൽഹാം ആണ് പുതിയ റൈറ്റർ എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഇനി പുള്ളിക്കാരനെ കുറിച്ച് പറഞ്ഞാൽ ഡേവിഡ് തന്നെയായിരുന്നു ഷാങ് ചി, അതുകൂടാതെ തന്നെ സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സ് ഇന്ത്യയൊക്കെ സത്യം തന്നെ സ്റ്റോറി റൈറ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തവണ ഇനി കിട്ടാൻ പോകുന്ന പുതിയ മോൺസ്റ്റർവേഴ്സ് സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള അടി മാറ്റി വെച്ച് നമുക്ക് അത്യാവശ്യം കുറച്ചെങ്കിലും നല്ലൊരു സ്റ്റോറി കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഒരു ചെറിയൊരു പ്രതീക്ഷ കൊടുക്കാം എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ബാക്കിയുള്ള കാര്യങ്ങൾ സിനിമ ഇറങ്ങിക്കുമ്പോഴേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സോ ലെറ്റ്സ് ഹോപ്പ്. സോ ഇനി നമ്മൾ WBയുടെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ WBയുടെ ഭാഗത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള വലിയൊരു ന്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസി ആയിട്ടുള്ള ലോർഡ് ഓഫ് ദ റിങ്സ് അവർ സത്യം തന്നെ റിവൈവ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഇത് എന്തുകൊണ്ട് അവർ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പീറ്റർ ജാക്സന്റെ വൺ ഓഫ് ദ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസ് തന്നെയായിരുന്നു ലോർഡ് ഓഫ് ദ റിങ്സ്. നമുക്ക് അതിൻ്റെ പ്രീക്വൽ ആയിട്ടുള്ള കുറേ സീരീസും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ആ ഒരു മൂവീസിൻ്റെ ആ ഒരു ലെവലിൽ എന്താണെങ്കിലും ഒരു സാധനം ഇതുവരെ എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രീക്വൽ ആയിട്ടാണ് നമുക്ക് ഹോബിറ്റൊക്കെ ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇത് അവർ ഒരു റിവൈവിൽ കൂടി അവർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയൊരു യങ് ജനറേഷനും കൂടി ഒരു സ്റ്റോറി ടെല്ലിങ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി അവരുടെ ഹിറ്റായിട്ടുള്ളൊരു ഫ്രാഞ്ചൈസിയാണ്. സോ ഫാൻസ് ഉണ്ടെന്നുള്ളൊരു കാര്യം WBക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഈ ഒരു പുതിയ ഫ്രാഞ്ചൈസിക്കകത്ത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ സിനിമ ഏതാണെന്ന് വെച്ചാൽ ഹണ്ട് ഫോർ ദ ഗോളം എന്നുള്ളൊരു സിനിമയാണ് നമുക്ക് ആദ്യം ലഭിക്കാൻ പോണേന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഒറിജിനൽ ഗോളത്തിൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്ന ആൻറ്റി സർക്കസ് പുള്ളിക്കാരൻ്റെ റോള് റീപ്രൈസ് ചെയ്യുന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സോ ആസ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ WB ആണ്, അവർ വീണ്ടും കൂടുതൽ സാധനങ്ങൾ മിൽക്ക് ചെയ്യാനേ പോകുന്നുള്ളൂ. സോ നമുക്ക് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും ഫാമിലി മാനിനെ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നത് തന്നെയാണ്, മറ്റാരുമല്ല വിൻ ഡീസൽ. ആൻഡ് വിൻ ഡീസലിൻ്റെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഫ്രാഞ്ചൈസ് തന്നെയായിരുന്നു റിഡിക്. ആൻഡ് റിഡിക്കിൻ്റെ 4ാമത്തെ സിനിമയ്ക്ക് വേണ്ടി ആ ഒരു സിനിമ കണ്ടിട്ടുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അതിൻ്റെ ഒരു സീക്വൽ ലഭിക്കാൻ വേണ്ടി തന്നെ. കാരണം അമ്മാരി ഒരു ക്ലിഫ് ഹാങ്ങറിലായിരുന്നു ആ ഒരു സിനിമ അവർ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത് തന്നെ. ആൻഡ് യെസ്, നമുക്ക് ഫൈനലി റിഡിക്കിൻ്റെ 4ാം പാർട്ട് നമുക്ക് ലഭിക്കാൻ പോകുക തന്നെയാണ്. ആൻഡ് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെ തുടങ്ങും എന്നുള്ളൊരു കാര്യം തന്നെയാണ് വിൻ ഡീസലിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ഞാൻ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ചെറിയൊരു നിരാശ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത്, കഴിഞ്ഞ കുറച്ച് വീഡിയോസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു യങ് അവഞ്ചേഴ്സിൻ്റെ ഫിലിം മാർവൽ ക്യാൻസൽ ചെയ്യാൻ പോകാന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ ബഡ്ജറ്റ് വെച്ച് അവർ നോക്കുമ്പോൾ അത് ക്യാൻസൽ ചെയ്തതിന് അവർക്ക് കുറേ കൂടി കൂടുതൽ ലോസ് ആവുന്നുള്ളൊരു കാര്യം തന്നെയാണ് മാർവൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. സോ വലിയ ഇൻഫർമേഷനും നമുക്ക് കിട്ടിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെ ഇത്രേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അത് ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു ക്യാൻസലേഷൻ നമുക്ക് ലഭിച്ചിട്ടില്ല. സോ നമുക്ക് ഭാവിയിൽ കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഈ യങ് അവഞ്ചേഴ്സ് എങ്ങായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടും പോയിങ്ങനെ അതിനകത്ത് അഭിനയിപ്പിക്കാൻ വേണ്ടി വെച്ചുകൊണ്ടിരുന്ന
അവഞ്ചേഴ്സ്, അതായത് ഈ ഒരു കുട്ടികളെല്ലാം വലുതായി അഡൾട്ട് അവഞ്ചേഴ്സ് ആയി പോലും. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? ഈ ഒരു വലിയ കാര്യം തന്നെയായിരുന്നു ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എൻ്റെ മൈൻഡിനുണ്ടായിരുന്നത് തന്നെ. ഇനി നമുക്ക് നേരെ നമ്മുടെ ബ്ലേഡിലേക്ക് നോക്കാം. നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, അതായത് കുറേ നാളായിട്ട് ബ്ലേഡും സത്യം പറഞ്ഞാൽ ഡിലേ ആയിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷെ നമുക്ക് ഫൈനലി ആ ഒരു ഡിലേ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശം ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം നവംബറിലാണ് അത് അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെ. ആൻഡ് അടുത്ത വർഷം ഏകദേശം മാർച്ചോടെ അവർ സത്യം തന്നെ ഷൂട്ടിംഗ് എല്ലാം തീർക്കുമെന്ന് നമുക്ക് പറയാം. അവർ നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനുശേഷം ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് പോകുകയും ചെയ്യുന്നത് തന്നെയാണ്. ആൻഡ് അതുകൂടാതെ വേറെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ബ്ലേഡിൻ്റെ പാസ്റ്റ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഹെവിലി ഫീച്ചർ ചെയ്യും. അതുകൂടാതെ തന്നെ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ബ്ലേഡിൻ്റെ കോസ്റ്റ്യൂമും നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ തന്നെ. സോ അഭിപ്രായങ്ങൾ പറയാവുന്നത് തന്നെയാണ്. ആൻഡ് ഇനി നമ്മൾ നേരെ ഗെയിമിങ്ങിലേക്ക് നോക്കിയാൽ EA സ്പോർട്സ് ടു ദ ഗെയിം അല്ലെങ്കിൽ ഇൻ ടു ദ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള EA സ്പോർട്സ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. യെസ്, നിങ്ങൾ ഫിഫ കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് റീസെന്റ് EAയുടെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് വെച്ചിട്ടുള്ള അവരുടെ മീറ്റിങ്ങിനകത്ത് അവരൊരു പുതിയൊരു സ്ട്രാറ്റജി ഇൻവോൾവ് ചെയ്യിക്കാൻ പോകാന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പറയാം, യൂട്യൂബിലെല്ലാം നമ്മൾ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ആഡ് വരുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷേ ഇനി മുതൽ അവർ ഗെയിംസിൻ്റെ അകത്തും പ്രൊഡക്റ്റ് പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ആഡ്സും കുത്തി നിറയ്ക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരും ഗെയിം തന്നെ കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുമെന്നാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. സോ ഇനി നമുക്ക് മാർവലിന്റെ അപ്കമിങ് സിനിമയായിട്ടുള്ള ഫാന്റാസ്റ്റിക് ഫോറിന്റെ ന്യൂസിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. മറ്റൊന്നുമല്ല, അതിനകത്തുള്ള ഗലാക്ടസിന്റെ ക്യാരക്ടറിനെ അവരെന്താണെങ്കിലും കാസ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. റാൽഫ് ഇൻസൺ ആയിരിക്കും ഗലാക്ടസിന്റെ ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെ. ആൻഡ് പുള്ളിക്കാരൻ ഒരു കിഡിലനായിട്ടുള്ളൊരു ആക്ടർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗലാക്ടസിന്റെ റോളിന് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ ജസ്റ്റിസ് കൊടുക്കാൻ സാധിക്കും തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് തന്നെ. സോ ഇനി നമുക്ക് മാർവലിന്റെ മറ്റൊരു വലിയൊരു റൂമറിലേക്ക് തന്നെ നമുക്ക് നോക്കാം. അതായത് എന്ന് പറഞ്ഞാൽ ഈ ഒരു റൂമർ സത്യമാണെങ്കിൽ ഈ വർഷം തന്നെ മാർവൽ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു അനൗൺസ്മെന്റ് ആകാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഈ ഒരു D23 നമുക്കിത് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. എന്താണ് ആ ഒരു റൂമർ എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഗോസ്റ്റ് റൈഡറിന്റെ കാസ്റ്റിംഗ് തന്നെയാണ്. അതായത് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏകദേശം പല ലീക്സിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാർവൽ പുതിയ ഗോസ്റ്റ് റൈഡറായിട്ട് കാസ്റ്റ് ചെയ്യാൻ പോണ മറ്റേ ആരെയുമല്ല, റിയാൻ ഗോസ്ലിങ്ങിനെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ പല രീതിയിൽ പല ഫാൻസും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരിക്കും പുതിയ വരാൻ പോണ കാസ്റ്റിംഗ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ആൻഡ് ഇപ്പോൾ ആ ഒരു ലീക്കിൽ കൂടി നമുക്ക് മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു സിനിമ ആയിരിക്കില്ല, സിനിമയ്ക്കുപരി ഇത് സത്യം പറഞ്ഞാൽ ഒരു ഷോർട്ട് സീരീസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് D23 വരെ വെയിറ്റ് ചെയ്യാം, അല്ലാതെ എനിക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു റൂമർ സത്യമായിട്ട് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. ആൻഡ് മറ്റൊരു ചെറിയൊരു കാര്യം, നിക്ക് കേജിൻ്റെ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴും അവർ കൺഫേം ചെയ്തിട്ടില്ല ജോണി ബ്ലേസിനെ തന്നെ ആയിരിക്കാം റിയാൻ ഗോസ്ലിംഗ് പ്ലേ ചെയ്യാൻ പോണേ എന്നുള്ളൊരു കാര്യം. കാരണം ജോണി ബ്ലേസ് ആയിരുന്നു നിക്ക് കേജിൻ്റെ വേർഷൻ ഓഫ് ഗോസ്റ്റ് റൈഡർ. സോ റിയാൻ ഗോസ്ലിംഗ് അതിനെ പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും നിക്ക് കേജിനെ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു മൾട്ടിവേഴ്സിൽ കാണാൻ സാധിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് തന്നെ. എനിക്ക് നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ നേരെ ഡെഡ്പൂൾ 3ന്റെ സെഗ്മെന്റിലേക്ക് നമുക്ക് കിടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്, ഹ്യൂ ജാക്ക്മാനും റയാൻ റെനോൾഡ്സ് ഈയിടയ്ക്ക് എംപയർ മാഗസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പങ്കെടുത്തിട്ടുള്ളത് തന്നെയായിരുന്നു. ആൻഡ് അവരോട് ഒത്തിരിയധികം പുതിയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ സിനിമയെക്കുറിച്ച്, എന്താണ് ഈ ഒരു സിനിമ, അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവ്യൂവർ എസ്പെഷ്യലി എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഓക്കെ കാര്യങ്ങളൊക്കെ ശരി, ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയെല്ലാം കഴിഞ്ഞു, ഇനി എന്താണ് ഡെഡ്പൂളിനും വൂൾവറിനും മാർവലിലുള്ള ഫ്യൂച്ചർ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇൻ്റർവ്യൂവർ ചോദിച്ചത്. സോ ഒബ്വിയസ്ലി അവരൊരു ആക്ടേഴ്സാണ്, അവർക്ക് കോൺട്രാക്റ്റ് കാര്യങ്ങളെല്ലാം സൈൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അധികം ഡിസ്ക്ലോസ് ചെയ്യാൻ സാധിക്കില്ല. അൺലെസ് ടോം ഹോളണ്ട് ആയിരുന്നെങ്കിൽ പുള്ളിക്കാരൻ ഇപ്പോൾ വിളിച്ചു പോയി പറഞ്ഞേര്. പക്ഷെ എന്നിരുന്നാൽ തന്നെ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളൊരു ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ട്, ഐ ആം സ്കേഡ് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇവർ രണ്ടുപേരും ഒരേപോലെ തന്നെ പറഞ്ഞിട്ടുള്ളത് തന്നെ. സോ അവർ ഞങ്ങൾക്കറിയില്ലെന്നൊന്നും അല്ല പറഞ്ഞത്, വി ആർ സ്കേഡ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത് നമ്മുടെ ഒരു ഫാൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അത് വലിയൊരു ഹിൻ്റായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. കാരണം എസ്പെഷ്യലി അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി വരാനിരിക്കുന്നത് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് ആണ്. ആ ഒരു സീക്രട്ട് വാർസിന്റെ കാര്യങ്ങൾ തന്നെയായിരുന്നു അവരെന്താണെങ്കിലും ചോദിച്ചിട്ടുള്ളത്. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ചത്തെ ഹോളിവുഡിൽ സംഭവിച്ചിട്ടുള്ള ന്യൂസ്, അപ്ഡേറ്റ്സ്, ലീക്സ്, റൂമേഴ്സ് കാര്യങ്ങളെല്ലാം കുറിച്ച് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. സോ നിങ്ങൾ ഏതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? നിങ്ങൾ അതായത് ഗോസ്റ്റ് റൈഡറിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റയാൻ ഗോസ്ലിംഗിനെ കാസ്റ്റ് ചെയ്യുന്നത്, അതേപോലത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. Punch.